ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഒരു കുടുംബ ബന്ധത്തിൽ എപ്പോഴാണ് തേർഡ് പാർട്ടി ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഒരു ബന്ധത്തിനുള്ളിൽ ഈ പരിഹരിക്കപ്പെടാത്ത അടിസ്ഥാന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സാധാരണയായിട്ട് റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉടലെടുക്കുന്നത്, അല്ലേ? ഇത് ദമ്പതികൾക്കിടയിൽ വൈകാരിക അകലവും അതൃപ്തിയും എന്നിവയ്ക്കും കാരണമാകുന്നു എന്നുള്ളതാണ്. ഇനി തേർഡ് പാർട്ടി കുടുംബ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ആശയവിനിമയത്തിൻ്റെ അഭാവമാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ പങ്കാളിയായിട്ട് പ്രശ്നങ്ങളോ ആവശ്യങ്ങളോ നിങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാതിരിക്കുന്നത് ബാഹ്യമായ സ്വാധീനങ്ങൾക്ക് ഇട സൃഷ്ടിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിറവേറ്റാൻ കഴിയാത്ത വൈകാരിക ആവശ്യങ്ങളുണ്ടല്ലോ. അതായത് ഒരു പങ്കാളി വൈകാരികമായി അവഗണിക്കപ്പെടുകയോ അല്ലെങ്കിൽ പിന്തുണയ്ക്കാതിരിക്കുകയോ ചെയ്യുന്ന അവസരങ്ങളിലും അവർ മറ്റുള്ള എവിടെയെങ്കിലുമൊക്കെ ശ്രദ്ധ തേടാന്നുള്ളതാണ്. പിന്നെ ഈ ബന്ധങ്ങളിലെ അതൃപ്തിക്കുറവ്, അതും എന്ന് വെച്ചാൽ ദമ്പതികൾക്ക് കാര്യമായ പ്രശ്നങ്ങളോ അടുപ്പമില്ലായ്മയോ അനുഭവപ്പെടുമ്പോഴും തേർഡ് പാർട്ടി കൂടുതൽ ആകർഷകമായേക്കാം, അല്ലേ? അപ്പോൾ അങ്ങനെ ഈ ബന്ധത്തിലുണ്ടാകുന്ന അതൃപ്തിക്കുറവും തേർഡ് പാർട്ടി വരാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരുമായി സ്വീകാര്യമായ പെരുമാറ്റം എന്താണെന്ന് വ്യക്തമായി നിർവചിക്കാത്തതും ഒരു തേർഡ് പാർട്ടിയെ വളരെയധികം ഇടപെടുന്ന സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ഇനി തേർഡ് പാർട്ടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ പങ്കാളിയായിട്ട് തുറന്നുള്ള ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആശങ്കകളെയും അതുപോലെ തന്നെ വികാരങ്ങളെയും കുറിച്ച് നിങ്ങളുടെ പങ്കാളിയുമായി സത്യസന്ധമായ സംഭാഷണം നടത്തുക. ഇനി അതിൽ ശരിയാവുന്നില്ലെങ്കിൽ നല്ലൊരു പ്രൊഫഷണൽസിൻ്റെ സഹായം തേടുക എന്നുള്ള ഒരു കപ്പിൾ തെറാപ്പിക്ക് അടിസ്ഥാന പ്രശ്നങ്ങൾ തിരിച്ചറിയാനും അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യപരമായ ബന്ധത്തിനായി പ്രവർത്തിക്കാനും കഴിയുമെന്നുള്ളതാണ്. ബന്ധത്തിലെ പ്രശ്നങ്ങൾ നേരിട്ട് നിങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമം നടത്തുക. ഈ തേർഡ് പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ദമ്പതികൾക്കുള്ളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അതിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ചില തേർഡ് പാർട്ടി അവരുടെ സ്വന്തം നേട്ടത്തിനായി സാഹചര്യങ്ങളുണ്ടല്ലോ മനഃപൂർവ്വം കൈകാര്യം ചെയ്തേക്കാം. പ്രീതിയോ ശ്രദ്ധയോ നേടുന്നതിൽ ഭിന്നത ഉണ്ടാക്കിയേക്കാം. അതുപോലെ തേർഡ് പാർട്ടിയുടെ ഇടപെടൽ ബന്ധങ്ങളിലെ സന്തുലിതമായ അവസ്ഥയെ തടസ്സപ്പെടുത്തുകയും അതേപോലെ തന്നെ തെറ്റിദ്ധാരണകൾക്കും സംഘർഷങ്ങൾക്കും ഇടയാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതൊരു ബന്ധത്തിലെയും ആഴം കൂട്ടുക എന്ന് പറയുന്നത് സംസാരത്തിലൂടെയാണ് കേട്ടോ. ഈ സംസാരം കുറയുമ്പോഴാണ് ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോട് തുറന്ന രീതിയിലുള്ള ആശയവിനിമയം നടത്തുക. നിങ്ങളുടെ പേര് ശക്തമായ രീതിയിൽ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേരുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടാറ്റാ.